അല്ല എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നിങ്ങൾ പോവാൻ നോക്ക്. അല്ല ഞങ്ങളെ പറഞ്ഞുവിടാൻ നിനക്കെന്താ ഇത്ര ധൃതി? ഞങ്ങള് കുറച്ച് കഴിഞ്ഞേ പോന്നുള്ളൂ. അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. ഗിരിയുടെ വീട്ടില് കല്യാണാലോചനകൾ വരുമ്പോ തന്നെ അത് മുടക്കിക്കോണം. പ്രത്യേകിച്ച് ആ മൂത്ത പെണ്ണ് രത്നയുടെ. അല്ല, ആ പെണ്ണിന് മാത്രം എന്താ എത്ര പ്രത്യേകത? അവൾ എന്റെ പെണ്ണാ. അവളെ അന്നേ ഞാൻ നോക്കി വെച്ചിരിക്കുന്നത്. അല്ല, ആ വീട്ടിലെ ചെറുക്കൻ ഇവിടത്തെ മോളെ കടത്തിക്കൊണ്ടു പോയത് കൊണ്ടാ മുതലാളി ഇതൊക്കെ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടത്തെ മോളെ അവിടെ കെട്ടിയത് പ്രശ്നമാവുകയും അവിടത്തെ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ പ്രശ്നമല്ലാതാവുകയും ചെയ്യുന്നത് എങ്ങനെയാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. എടോ, അതിലിപ്പോ ഇത്ര വലിയ ആലോചിക്കാനൊന്നുമില്ല. അച്ഛൻ പറഞ്ഞ കാര്യം തന്നെ. അതായത് പുറത്തു നിന്ന് ആരും വന്ന ആളുമാരെ കെട്ടരുതെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? പറഞ്ഞു. ആ, അങ്ങനെ ആരെങ്കിലും കെട്ടിയ അതൊരു വൃത്തികെട്ടവനായിരിക്കണമെന്നും അച്ഛൻ പറഞ്ഞു. പറഞ്ഞു. ആ, അത് തന്നെയാണോ അത്? ഏത്? ഈ നാട്ടിൽ എന്നേക്കാൾ വൃത്തികെട്ടവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, അപ്പോ രത്നയെ കെട്ടാൻ ഈ നാട് കണ്ട ഏറ്റവും വൃത്തികെട്ടവനായ എന്നേക്കാൾ യോഗ്യൻ വേറെ ആരുണ്ടോ? അവളുടെ കല്യാണം മുടങ്ങുന്നതോടൊപ്പം എന്റെ അവളുടെയും കല്യാണം കൂടി ശരിയാക്കി തരണം. ശ്രമിക്കാം. അല്ലേ? ശ്രമിച്ചാ പോരാ, നടത്തണം. മനസ്സിലായോ? ഓ, മുതലാളിയും കൊള്ളാം, കൊച്ചു മുതലാളിയും കൊള്ളാം. വഴിനീളം തിന്നാതെ വീട്ടിൽ പോയി തിന്നൂടായിരുന്നു രശ്മിച്ചി. നിനക്കറിയില്ലേ ടെൻഷനായ എനിക്ക് എന്തെങ്കിലും തിന്നണമെന്ന്? അതിനിപ്പ എന്താ ടെൻഷൻ? എന്റെ കല്യാണം ആദ്യം നടക്കുമെന്ന് ആ ജോത്സ്യം പറഞ്ഞപ്പോ തുടങ്ങിയ ടെൻഷനാ എനിക്ക്. അത് ചിലപ്പോ വെറുതെ പറഞ്ഞാലും. കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിലും അത് നടക്കാൻ പോകുന്നില്ല. ചിലപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാവാറുമുണ്ട്. ആണോ? ഇനി അങ്ങനെ വല്ലതും ആവോ? നീ ബാഗൊന്നും തുറന്നേ. അത് ചേച്ചിമാർക്കുള്ളതാ. അതൊന്നും സാരമില്ല. നിന്റെ കേക്കിന്റെ പകുതി നീ റാണി കൊടുത്താ മതി. അയ്യോ, എടി നീ ഒന്ന് ഇറങ്ങിക്കേ. ഇവിടെ ഇറങ്ങാനോ? എന്തിനാ? അതൊക്കെ ഞാൻ പറയാൻ, നീ ഒന്ന് ഇറങ്ങിക്കേ. തോന്നു. നോക്കി എന്താ? ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. ഇപ്പൊ നീ ഒന്നും മിണ്ടാതിരിക്കും. അവിടെ നീ ഒന്ന് മറന്നേക്ക്. ഇവിടെ ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. മിണ്ടാതിരിക്കണം. ആ, ഒരു 2 മിനിറ്റ്. ഹലോ മിസ്റ്റർ കേരള. ഇതാരൊക്കെയാ? എവിടെ പോയതാ? ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുവാ. അല്ല, ഏട്ടൻ എന്താ ഇവിടെ? ഞാൻ ഇങ്ങനെ വെറുതെ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ. പ്രകൃതി സൗന്ദര്യോ? അല്ല, സഞ്ചരിക്കുന്ന മില്ല് കാര്യമായിട്ട് എന്തോ വായിലിട്ട് അരയ്ക്കുന്നുണ്ടല്ലോ. കേക്കാ. അത് നന്നായി. ഒന്നും മിണ്ടാതിരിക്കുമല്ലോ. എന്നാ നിങ്ങൾ ചെല്ല്. നീ എന്താ എന്നെ പറഞ്ഞേ? സഞ്ചരിക്കുന്ന മില്ലെന്നോ?
എന്റെ ഈ തടി നിന്നെ പോലെ പൗഡർ തിന്നുണ്ടാക്കിയതല്ല. അയ്യോ, ഞാനത് വെറുതെ പറഞ്ഞതല്ലേ. നിങ്ങൾ ചെല്ല്, വെറുതെ താമസിക്കണ്ട. അല്പം താമസിച്ചാലും സാരമില്ല. നിന്നെ 10 പറഞ്ഞിട്ടേ പോന്നുള്ളൂ. എന്നെ എപ്പ കണ്ടാലും നിനക്ക് ചൊറിയുന്ന വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ സമാധാനാവില്ല അല്ലേ? അല്ല, എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നിങ്ങൾ പോവാൻ നോക്ക്. അല്ല, ഞങ്ങള് പറഞ്ഞുവിടാൻ നിനക്കെന്താ ഇത്ര ധൃതി? ഞങ്ങള് കുറച്ച് കഴിഞ്ഞേ പോന്നുള്ളൂ. നീ നോക്കിക്കോ, നീ കെട്ടാൻ പോകുന്നവള് എന്നെക്കാളും തടിയുള്ളവളായിരിക്കും. ഇത് എന്റെ ശാപ, നിനക്കൊരിക്കലും മോക്ഷം കിട്ടാത്ത ശാപം. ഈ സാധനത്തിനെ ഒന്ന് വിളിച്ചോണ്ട് പോകുഞ്ഞി. പോയില്ലെങ്കിൽ ചേച്ചി മതി ചേച്ചി, ഉണ്ണിയേട്ടന്റെ വയറ് ഇപ്പൊ തന്നെ നിറഞ്ഞു കാണും. ആ, വയറ് നിറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. നീ ഇങ്ങോട്ട് തിരിഞ്ഞേ. അപ്പൊ എനിക്ക് നീ രത്ന ചേച്ചിയുടെ കേക്കിന്റെ പകുതി കഴിച്ചാ മതി. അപ്പൊ പോട്ടെ ജിമ്മൻ സാറേ. ബൈ. ശരി. ചേച്ചി എന്റെ ഞാൻ ആദ്യം എടുക്കട്ടെ കുഞ്ഞി. ഇത് എനിക്കുള്ള കേക്കല്ലേ? ഭാനു, ഉറുമ്പ് കടിച്ചെന്നെ കൊന്നു. അത് പിന്നെ ആള് വന്നപ്പോ അവരാണെ അയൽവ അവര് കണ്ടാലെന്താ? നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ? അല്ല, അവര് ചിലപ്പം വീട്ടിൽ പോയി അത് പറഞ്ഞു കൊടുത്ത് പിന്നെ അച്ഛൻ അറിഞ്ഞ ആകെ പ്രശ്നം. ഇത്രയും വലിയൊരു പേടിത്തൊണ്ടനെയാണല്ലോ ഈശ്വര ഞാൻ പ്രേമിച്ചത്. അയ്യോ, അതല്ല മീനു. എപ്പോഴും പറയുന്ന കാര്യം ഞാൻ വീണ്ടും പറയുക. പെട്ടെന്ന് വീട്ടുകാരെയും കൂട്ടി എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചോണം. ഇല്ലെങ്കിലേ പായും കിടക്കെടുത്ത് ഞാൻ അങ്ങോട്ട് വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല മീനു, ഞാനൊന്ന് പറഞ്ഞിട്ട് പോയോ. മീനു പിറങ്ങല്ലേ, ഞാൻ കൊണ്ടുവിടാം. വേണമെന്നില്ല. ആളുകളെ കണ്ട ഇറക്കി വിടാനല്ലേ, ഞാൻ നടന്നു പോക്കോളാം.